എവിടെയെങ്കിലും വളർത്തുന്നുണ്ടോ? പിന്നെ ലൈറ്റ് ഇട്ടില്ലേ അനിവേട്ടാ എനിക്ക് എപ്പോൾ എടുത്തോ അവരെടുത്തോ. ഹേർബ്സ് വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ എല്ലാം ഫ്രോഡ് കുറുന്തോട്ടി വരുന്നുണ്ട്. കുറുന്തോട്ടി വരെ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ വേലി കെട്ടാൻ സ്ഥലമുണ്ടാക്കി മറുപടി കെട്ടാതെ അത് അടുക്കി അങ്ങ് നട്ടു. അതിൻ്റെ വേര് മണ്ണിനാണ്. ഈ പത്തലൊക്കെ വേലി കെട്ടിയിരുന്ന കാലത്ത് എല്ലാ കിണറ്റിലും വെള്ളമുണ്ട്. അങ്ങനെ ചില മരങ്ങളുണ്ട്. ഇപ്പോൾ ലക്ഷ്മി തരു നട്ടു കഴിഞ്ഞാൽ ഒരു പ്രദേശത്താകെ ഏതാണ്ട് 2.25 ലക്ഷം ലക്ഷ്മി തരുവാണ് കർണാടകയിൽ ശ്രീ രവിശങ്കർ നട്ടതുകൊണ്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ വരൾച്ച കയറിയ തരിശ് ഭൂമി എന്ന് പറയുന്നത് പിന്നെ കൃഷിയിടമായി മാറും. മണ്ണിനടിയിലൊരു പ്രോസസ്സുണ്ട്. അത് വെള്ളത്തിനെ ഇൻവൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ഈ ലക്ഷ്മി തരുവിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇന്നൊരു 550 തൈ കാസർഗോഡിന് അയച്ചിരിക്കും അശ്വിനിക്ക്. കാരണം കാസർഗോഡ് ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയില്ല. അവർക്ക് അവിടെ പച്ചപ്പില്ല, തറയിലും പച്ചപ്പില്ല, മുകളിലും പച്ചപ്പില്ല. ഞാൻ പറഞ്ഞ് പച്ച പതപ്പിക്കാൻ പറഞ്ഞു. അവർ പതപ്പിക്കാൻ പേരിട്ടിരുന്നത് അങ്ങനെ പച്ചപ്പുതപ്പെന്ന്. ഭയങ്കര തിക്ക് ഫോളേജാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ രാജ്യസഭ MP ആയി ആദ്യത്തെ ഭൗമ ദിനത്തിന് എൻ്റെ ഓഫീസിൻ്റെ തൊട്ട് സൈഡിൽ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു ലക്ഷ്മി തരൂ നമ്മുടെ രാജഗോപാൽജിയെ കൊണ്ടുവരും. എത്തിച്ചതാണ് പ്രേരണസീർ. ആ പ്രേരണസീർ നിൽക്കുന്ന പേര് എവർ ഗ്രീൻ. കൃഷിയാണ്. എനിക്കിത് മാത്രമേ ഭയങ്കര അപ്പോൾ ഒരു ഗ്രൂസ് എടുത്തു പോയി. ശിവാലയം എന്ന് പറയുന്നത് ഇന്നലെ രാവിലെ ഉണരുന്നവര് ഇനി നാളെ വെളുപ്പിനെ ഉണർന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഓട്ടമാണ്. ശിവാലയ ഓട്ടമാണ്. അതുകൂടെ അതിനകത്ത് ഭൂമിയിലേക്ക് വീഴരുത്. എന്നാൽ ഭർത്താവിനെ നഷ്ടപ്പെടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കഴുത്ത് ഞെരിച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ചില സ്പില്ലൊക്കെ വീഴുന്നത് നന്ദികേശനാണ്. അപ്പം അതൊന്നും സംഭവിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിവിടെ നിന്നാണ് നീലകണ്ഠനായി മാറുന്നത്. നീലകണ്ഠം. അപ്പൊ ഇത് ഓരോ പാർവതിമാരും ഓരോ ഭാര്യമാരും ഭർത്താവിൻ്റെയും ഗൃഹത്തിൻ്റെയും സുരക്ഷയ്ക്ക് ഉറക്കമഴിച്ചിരിക്കുന്നു. പക്ഷേ